ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കുന്ന വിഷയം 2024 ഡിസംബർ മാസം 4-ാം തീയതി ബുധനാഴ്ച ദിവസത്തെ നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം ശ്രദ്ധയോടുകൂടി കേൾക്കുക. ബുധനാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ബുധൻ, ചന്ദ്രൻ, സൂര്യൻ, മറ്റ് ഗ്രഹങ്ങളൊക്കെ 12 കൂറുകാർക്കും നൽകുന്ന അനുഭവങ്ങൾ, അതാണ് നക്ഷത്രഫലമായി പറയുന്നത്. ശ്രദ്ധയോടുകൂടി കേൾക്കുക. ആദ്യം മേടക്കൂറുകാരുടെ കാര്യം പറയാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽനാളുകാർക്ക് ബുധനാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ബുധൻ അഷ്ടമത്തിൽ നിൽക്കുന്ന ഒരു ബുധനാഴ്ച ദിവസമാണ്. അതുപോലെ തന്നെ ചന്ദ്രൻ ബലമില്ലാതെ 9-ാം ഭാവത്തിൽ നിൽക്കുന്നു. സൂര്യനും അഷ്ടമത്തിൽ നിൽക്കുന്നു. ചൊവ്വ 4-ാം ഭാവത്തിൽ നിൽക്കുന്നു. ശനി 11-ൽ നിൽക്കുന്നു. ശുക്രൻ 10-ൽ നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രഹസ്ഥിതിയാണ്. അപ്പോൾ ഈ ഗ്രഹസ്ഥിതി ഈ നാളുകാർക്ക് അത്ര അനുകൂലമായ ഒരു ഗ്രഹസ്ഥിതി അല്ല എന്നുള്ളത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. കാരണം അഷ്ടമത്തിൽ 2 ഗ്രഹങ്ങൾ നിൽക്കുന്നു. സൂര്യനും ബുധനും, തൊഴിലിൻ്റെ കാരക ഗ്രഹങ്ങളായ സൂര്യനും ബുധനും അഷ്ടമത്തിൽ നിൽക്കുന്നു. തൊഴിൽപരമായുള്ള പ്രതിസന്ധി ഇവർക്കുണ്ടാകുമെന്നുള്ളതാണ് അതിൻ്റെ സൂചന. അതുപോലെ തന്നെ കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അത്യാവശ്യം കാര്യങ്ങളുണ്ടെങ്കിൽ പോലും പലർക്കും ഉദ്ദേശിക്കുന്ന പോലെയുള്ള ജീവിത വിജയം ഉണ്ടാകാത്തൊരു സമയം കൂടിയാണല്ലോ. അപ്പോൾ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം അഷ്ടമത്തിലാണ് നിൽക്കുന്നതെങ്കിലും വ്യാപാരികളെ സംബന്ധിച്ച് അത് നേട്ടമുള്ളൊരു കാര്യമാണ്. വ്യാപാരികളെ സംബന്ധിച്ച് വ്യാപാര നേട്ടം പ്രതീക്ഷിക്കാമെന്നൊരു സാഹചര്യമുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എന്നാൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു അനുഭവം വന്നു ചേരുമെന്നുള്ളതും മനസ്സിലാക്കണം. എല്ലാവിധമായ സുഖസൗകര്യങ്ങളും ഒരുപക്ഷെ വന്നു ചേരാൻ സാധ്യതയുണ്ടെങ്കിലും അഷ്ടമത്തിലെ സൂര്യൻ, അതായത് ബുധൻ അഷ്ടമത്തിൽ നിൽക്കുന്നതുകൊണ്ട് എല്ലാവിധമായ സുഖസൗകര്യങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും സൂര്യനുമായിട്ട്, പാപഗ്രഹമായ സൂര്യനുമായിട്ട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ബുധൻ പാപനാകുന്നു. അപ്പോൾ എല്ലാവിധ സുഖാനുഭവങ്ങളും വന്നു ചേരണമെന്നില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ തൊഴിലിടങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാകാം, തൊഴിൽപരമായുള്ള പ്രതിസന്ധി ഉണ്ടാകാം. അതുപോലെ തന്നെ ബന്ധുക്കളുമായിട്ടുള്ള ശത്രുതകൾ ഉണ്ടാകാം. സ്ത്രീകളെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകാം. അങ്ങനെ പല വിധത്തിലുള്ള പ്രതികൂലങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത. എങ്കിലും തൊഴിൽ രംഗം അവർക്ക് അനുകൂലമായി നിൽക്കുന്നു. തൊഴിൽപരമായി അവർക്ക് ഉയരാൻ പറ്റിയില്ലെങ്കിലും അനുകൂലമായൊരു തൊഴിൽ സാഹചര്യത്തിൽ കൂടി പോന്നു. മെച്ചമായ ഒരു അഭിവൃദ്ധി തൊഴിൽ മേഖലയിൽ നിന്നുണ്ടാകുന്ന സമയമല്ല, അല്ലെങ്കിൽ ദിവസമല്ല, നാളത്തെ ദിവസം എന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. പിതാവിൻ്റെ സ്ഥിതി മാത്രം അനുകൂലമല്ല. പിതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നൊരു സമയം കൂടിയാണെന്നുള്ളതും പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖവും ധനപരമായ നേട്ടവും ഏറെക്കുറെ അനുകൂലമായി നിൽക്കുന്നു. അതുപോലെ തന്നെ ഇവർക്ക് ചിലർക്കൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകുന്നു. ഭാഗ്യമായ അനുഭവങ്ങളൊന്നും തുണയ്ക്കുന്ന ദിവസമല്ല എന്നുള്ളതും പ്രത്യേകിച്ച് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് ചിലരുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകും, ചിലരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്നില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ നാളത്തെ ദിവസം വിദ്യ അഭ്യസിക്കുന്നവർക്ക് അനുകൂലമായ ഒരു ദിവസമാണെന്നുള്ളതാണ്. ബുദ്ധിശക്തി വർദ്ധിക്കുകയും കലകളിൽ ശോഭിക്കുകയൊക്കെ ചെയ്യുന്നൊരു ദിവസമാണെങ്കിലും ഒരുപക്ഷെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങൾ, അല്ലെങ്കിൽ ഭരണാധികാരികൾ അല്ലെ ജഡ്ജസിൻ്റെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങൾ, അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യവും ഉണ്ടായേക്കാം. അപ്പോൾ ഇവർക്ക് കുടുംബസുഖം, അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ധനസ്ഥിതിയൊക്കെ ഏറെക്കുറെ അനുകൂലമാണ്. മക്കളെ കൊണ്ടുള്ള സ്ഥിതിയും ഏറെക്കുറെ അനുകൂലമാണെങ്കിൽ പോലും തൃപ്തികരമായ ഒരു അനുഭവത്തിൽ കൂടി ബുധനാഴ്ച ദിവസം കടന്നു പോകാൻ സാധ്യത കുറവാണ്. കാരണം ബുധൻ എന്ന് പറയുന്ന ഗ്രഹം പാപഗ്രഹമായിട്ടാണ് 7-ാം ഭാവത്തിൽ നിൽക്കുന്നത്. 7-ൽ പാപഗ്രഹങ്ങൾ നിൽക്കുന്നത് നല്ലതല്ലല്ലോ. അത് ദാമ്പത്യ ജീവിതത്തിലും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾക്കൊക്കെ തടസ്സം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവർക്ക് ദോഷം സംഭവിക്കേണ്ട ഒരു സാഹചര്യമാണ്. എന്നാൽ 7-ാം ഭാവാധിപൻ രാജയോഗം ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നു പോകും എന്നുള്ളതും അറിഞ്ഞിരിക്കണം. എന്നാൽ ചിലരുടെ ജീവിതത്തിൽ ഇതൊക്കെ വലിയ പ്രശ്നങ്ങളായി മാറുന്നുമുണ്ട്. അപ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിൽ ഭാവം കൊണ്ട് അവർക്ക് അനുകൂലമായ സാഹചര്യമുണ്ട്. മാറി മാറി തൊഴിൽ ചെയ്യുമെങ്കിലും തൊഴിലുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടവും ഏറെക്കുറെ പ്രതീക്ഷിക്കാം. അപ്പോൾ മറ്റു ചില കാര്യങ്ങളിലാണ് ദാമ്പത്യ ജീവിതത്തിലും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാനോ ഏതെങ്കിലും വിധത്തിലുള്ള രോഗങ്ങളൊക്കെ വന്നു ചേരുവാനോ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കണം. തൊഴിൽപരമായുള്ള മേലധികാരികൾ മുഖേനയുള്ള പ്രതിസന്ധിയും ചിലർക്കൊക്കെ വന്നു ചേരാം എന്നുള്ളതും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവമാണ് നാളത്തെ ദിവസം ഇടവക്കൂറുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് ഇടവക്കൂറുകാർ മനസ്സിലാക്കുക. ഇനിയും മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർത, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് സുഖം, സ്വസ്ഥ, ദേഹനന്മയൊന്നും അത്ര അനുകൂലമായൊരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കാരണം അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ബുധൻ ഒരു ശുഭഗ്രഹമാണ്. അത് 6-ാം ഭാവത്തിൽ സൂര്യനുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ പാപഗ്രഹമായി മാറുന്നു. അപ്പോൾ 6-ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ നിന്നാൽ 6-ാം ഭാവം കൊണ്ട് ദോഷമൊന്നും വന്നു ചേരത്തില്ല എന്നാണ് ജ്യോതിഷം പറയുന്നത്.
അപ്പോൾ അപ്രകാരമൊക്കെ നോക്കുമ്പോൾ ഇവർക്ക് തൊഴിലിൻ്റെ കാരകഗ്രഹങ്ങളായ ബുധനും ശുക്രനും 6-ാം ഭാവത്തിൽ ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് തൊഴിൽപരമായുള്ള ദോഷവശങ്ങളൊന്നും ഉണ്ടാകത്തില്ല. തൊഴിൽപരമായിട്ടുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെ ഉണ്ടാകുമെന്ന് വിചാരിക്കുക. എങ്കിലും ശത്രുത വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ അനുകൂലമായ സാഹചര്യത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി ഇവരുടെ തൊഴിലിടങ്ങളിൽ നിന്നുള്ള ശത്രുത തന്നെ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. 7-ൽ ചന്ദ്രൻ നിൽക്കുന്ന ഒരു ദിവസമാണെങ്കിലും അപ്പോൾ ചന്ദ്രൻ്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമല്ല. ചന്ദ്രൻ പൂർണ്ണ ബലവാനല്ലല്ലോ. അപ്പോൾ ചന്ദ്രൻ പൂർണ്ണ ബലവാനല്ലാത്തത് കൊണ്ട് ഇവർക്ക് ദാമ്പത്യ ജീവിത വിജയം കാര്യമായി ഉണ്ടാകണമെന്നുമില്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായി ഉണ്ടാകണമെന്നില്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കൂടുതലും ദോഷവശങ്ങൾ തന്നെയാണ് വന്നു ചേരുവാൻ സാധ്യത. കാരണം ശത്രുത, ബന്ധുക്കളുടെ ശത്രുതയാണ് ഇവർക്ക് കൂടുതലായിട്ടും വന്നു ചേരുവാൻ സാധ്യതയുള്ളതെന്ന് അറിഞ്ഞുകൊള്ളുക. മറ്റു പല കാര്യങ്ങളും ആശ്വാസം വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാൽ പോലും ബന്ധുക്കളുടെ ശത്രുത വന്നു ചേരുന്നൊരു ദിവസമായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാല് പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് 5-ാം ഭാവത്തിൽ 2 പാപഗ്രഹങ്ങൾ നിൽക്കുന്നൊരു ദിവസമാണ്. കാര്യവിജയം ഒന്നും ഉണ്ടാകുന്ന ദിവസമല്ല. സൽപുത്ര ഭാഗ്യം, മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ വിദ്യ കൊണ്ടും കാര്യവിജയം കൊണ്ടും വലിയ നേട്ടമൊന്നുമില്ല. സുഖാനുഭവങ്ങളൊന്നും വർദ്ധിച്ചു വരാൻ സാധ്യതയൊന്നുമില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. എങ്കിലും അവരുടെ ജന്മഭാവത്തിൽ 5-ാം ഭാവാധിപൻ രാജയോഗം ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യം വന്നതുകൊണ്ട് ഇവർക്ക് അതിൻ്റേതായ രീതിയിലുള്ള നേട്ടങ്ങളൊക്കെ ഒരുപക്ഷെ ജീവിതത്തിൽ വന്നു ചേരാം. അത് കൂടുതലും വെള്ളിയാഴ്ച ദിവസമാണ് വന്നു ചേരാൻ സാധ്യത. ബുധനാഴ്ച ദിവസം അപ്രകാരമുള്ള നേട്ടങ്ങളൊന്നും തന്നെ കാര്യമായി ഉണ്ടാകണമെന്നില്ല എന്നുള്ളതും പ്രത്യേകതയാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും ഇവർക്ക് കർക്കിടകക്കൂറുകാർക്ക് വലിയ നേട്ടത്തെ കൊടുക്കുന്നൊരു സമയമല്ല. ചന്ദ്രൻ പൂർണ്ണ ബലവാനായി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെ മുമ്പോട്ട് വരും എന്നുള്ളത് പ്രതീക്ഷിക്കാവുന്നൊരു കാര്യമാണ്. അപ്പം നാളെ ചന്ദ്രൻ ഇവർക്ക് നിൽക്കുന്ന രാശി എന്ന് പറയുന്നത് 6-ാം ഭാവത്തിലാണ്. അപ്പോൾ 6-ാം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ ഇവർക്ക് രോഗദുഃഖ ദുരിത പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ ജന്മഭാവത്തിൽ കുജൻ ബലവാനായതുകൊണ്ട് രോഗദുഃഖ ദുരിത പ്രയാസങ്ങൾക്കൊരു അയവ് വരും, ഒരു സൗഖ്യം ഉണ്ടാകുന്നൊരു സമയം കൂടിയാണെന്നുള്ളത് മനസ്സിലാക്കുക. മാത്രമല്ല ഈ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ശാരീരികവും മാനസികവുമായി ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്കൊക്കെ വലിയൊരു മാറ്റം ബുധനാഴ്ച വൈകുന്നേരം മുതൽ ഉണ്ടാകുമെന്നുള്ളതും കൂടി അറിഞ്ഞിരിക്കുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പുര ഉത്രം കാൽനാളുകാരെ സംബന്ധിച്ച് ധനനേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത. വിദ്യാർത്ഥികൾക്കും അനുകൂലമായൊരു ദിവസമാണ്. പക്ഷേ മറ്റു ചില കാര്യങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാകും. ബന്ധുക്കളുമായിട്ടുള്ള ശത്രുതയ്ക്ക് സാധ്യതയുണ്ട്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകണമെന്നില്ല. കുടുംബം, ധനം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നല്ല നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അവർക്ക് സുഖം, സ്വസ്ഥത ഒക്കെ അനുകൂലമായി വന്ന് ചേർന്ന് നിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ഇക്കാരണത്താൽ സമ്പത്തും അല്ലെങ്കിൽ ധനം അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സ്ഥിതി മെച്ചമായതുകൊണ്ട് സുഖസ്വസ്ഥ ദേഹനന്മയൊക്കെ അനുകൂലമായി നിൽക്കും. തൊഴിൽപരമായുള്ള നേട്ടവും മക്കളെ കൊണ്ടുള്ള നേട്ടവും അനുകൂലമായി നിൽക്കും. പക്ഷേ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായിരിക്കണമെന്നില്ല എന്നുള്ളൊരു വിഷയമുണ്ട്. അതൊഴിച്ച് മറ്റു കാര്യങ്ങളിലൊക്കെ ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി പോകുന്നു എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് മക്കളെ കൊണ്ടുള്ള നേട്ടമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. തൊഴിൽപരമായുള്ള നേട്ടവുമാണ്. എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചവർക്ക്, അതായത് കൈക്ക് വേദന, കാലിന് വേദന, നടുവിന് വേദന, അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളാൽ ഭാരപ്പെട്ട ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള രോഗത്താൽ, ശാരീരികമായുള്ള ബുദ്ധിമുട്ടുകളാൽ ഭാരപ്പെട്ട ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഇനിയിപ്പോൾ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുന്ന സമയമാണെന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. അതും അവർ അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് 3-ാം ഭാവത്തിൽ ബുധൻ നിന്നാൽ ജാതകൻ സൽപ്രവൃത്തിയേക്കാൾ കൂടുതൽ ദുഷ്പ്രവൃത്തി ചെയ്യും. അത് ഏറ്റവും കുറഞ്ഞ പക്ഷേ ഒരു കള്ളയിലും പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തരം കാണിക്കുമെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഒരു മറ്റൊരു പ്രശ്നം. പക്ഷെങ്കിൽ സുഹൃത്തുക്കൾ, സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാകാം. അതൊരു നേട്ടമായിട്ട് കാണാം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള ഒരു അനുകൂലമായ സാഹചര്യം സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേന ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണെന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. കാരണം തൊഴിലില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ഒരുപക്ഷെ സുഹൃത്തുക്കളൊക്കെ തൊഴിൽ തരപ്പെടുത്തി കൊടുക്കാൻ സാഹചര്യം അനുകൂലമായി വന്നു ചേരുന്നൊരു ദിവസവുമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു നേട്ടം പ്രതീക്ഷിക്കാം. എങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ളൊരു കള്ളത്തരം കാണിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്.
അത് ഏതെങ്കിലും ഒരു പ്രവൃത്തി അവർ ചെയ്തിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ അതിനോടനുബന്ധിച്ച് കലഹമോ അഭിപ്രായ വ്യത്യാസമോ പ്രശ്നം ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മാതാവിനെ കൊണ്ട് ഇവർക്ക് ഏറെക്കുറെ അനുകൂലമായൊരു സാഹചര്യം വന്നു ചേരാനും സാധ്യതയുണ്ട്. എങ്കിലും മാതാവിൻ്റെ സ്ഥിതി അത്ര മെച്ചമല്ലാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് മാതാവും കടന്നു പോവുക. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ അനുഭവിച്ചാണ് മാതാവും കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പഞ്ചമി കഴിഞ്ഞാൽ പിന്നെ മാതാവിൻ്റെ സ്ഥിതി മെച്ചമാകും എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്തിരണ്ടുവാദം ചോതി വിശാഖം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഇവർക്ക് അനുകൂലമായൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പോൾ അതെല്ലാം മാറി. ഇപ്പോൾ 2ാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നതും സൂര്യൻ നിൽക്കുന്നതും. അത്ര നല്ല അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. ചിലരെ സംബന്ധിച്ച് സുഖാനുഭവങ്ങളും ധനനേട്ടമൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. കലാകാരന്മാർക്കൊക്കെയാണ് അതിൻ്റെ കൂടുതൽ സാധ്യതയുള്ളത്. കലാപരമായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത് തുലാക്കൂറുകാരെ സംബന്ധിച്ച്. അപ്പോൾ അവർക്ക് ഗവൺമെൻറ്റിൽ നിന്നും കലാപരമായ മേഖലകളിൽ നിന്നുമൊക്കെ ധനം വന്നു ചേരാൻ സാധ്യതയുണ്ട്. കുടുംബസുഖം കാര്യമായി ഉണ്ടാകണമെന്നില്ല. പക്ഷെങ്കിൽ അവിടെ ശത്രുതയോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായാൽ പോലും ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ള പ്രവർത്തന മേഖലയിൽ കൂടി, കലാപരമായ മേഖലകളിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അവർക്ക് കലാകാരന്മാർക്ക് ശോഭിക്കാൻ പറ്റുന്നൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത. മറ്റു പല കാര്യങ്ങളിലും അവർക്ക് പ്രതിസന്ധികളുണ്ടാകാം. സുഹൃത്തുക്കൾ അവർക്കിപ്പോൾ വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുന്നൊരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സുഹൃത്തുക്കൾ അവർക്ക് അനുകൂലമായി വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും സുഹൃത്തുക്കൾ മുഖേന തെക്താനുഭവങ്ങളൊക്കെ വന്നു ചേരുന്നൊരു സമയമാണ് എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ അത് ഈ സുഹൃത്തുക്കളുടെ ശത്രുത തന്നെ ചിലരുടെ തൊഴിൽ മേഖലയിൽ അല്ലെങ്കിൽ കലാപരമായ മേഖലകളിൽ പ്രവർത്തന മേഖലകളിലൊക്കെ ശത്രുത വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞിരിക്കണം. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. കുറച്ച് നാളായിട്ട് അവർക്ക് സുഹൃത്തുക്കൾ മുഖേനയുള്ള രാജയോഗമായിരുന്നു. സുഹൃത്തുക്കളൊക്കെ അവരെ സഹായിക്കുകയും പലരെയും രക്ഷപ്പെടുത്തുവാനും ഒക്കെ ശ്രമിക്കുകയും ചെയ്തിരുന്ന സമയമാണ്. ഇന്നിപ്പോൾ അതെല്ലാം വിപരീതമായ അനുഭവത്തെ തരാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അറിഞ്ഞിരിക്കണം. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാലാന്തരം കേട്ട നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ജന്മഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്, ജന്മഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു. ഇപ്പോൾ രണ്ടും പാപഗ്രഹങ്ങളായിട്ടാണ് ജന്മത്തിൽ നിൽക്കുന്നത്. അപ്പം പാപഗ്രഹങ്ങൾ ജന്മത്തിൽ നിന്നാൽ അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ ബുധനാഴ്ച ദിവസം ഒരുപക്ഷെ നല്ല പ്രവൃത്തിയോ നല്ല ആശയങ്ങളോ നല്ല ചിന്താഗതിയോ ഉണ്ടാകണമെന്നില്ല. ആരെയും ആകർഷിക്കുന്ന രീതിയിൽ പെരുമാറണമെന്നൊന്നുമില്ല. കലാരംഗത്തോ പ്രവർത്തന മേഖലയിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പക്ഷെങ്കിൽ ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ ഇപ്പോൾ രാജയോഗം ചെയ്ത് നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നേട്ടം പ്രതീക്ഷിക്കാം എന്ന് വിശ്വസിക്കുക. അപ്പോൾ ചൊവ്വ ബലവാനായിട്ട് നിൽക്കുന്നതുകൊണ്ട് നേട്ടം പ്രതീക്ഷിക്കാം. എങ്കിലും ശത്രുതകൾ അവിടെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഏത് വിധത്തിൽ നോക്കിയാലും എതിരെയും വേണേലും ശത്രുതകൾ വന്നു ചേരാം എന്നുള്ളതാണ് ഒരു സാഹചര്യം. തൊഴിൽപരമായുള്ള മേഖലകളിലുള്ള ഒരു ശത്രുത അനുഭവിക്കുന്നൊരു സമയമാണ്. പലർക്കും തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, തൊഴിൽ മേഖലയിൽ ശത്രുതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ ഉള്ളൊരു സമയമാണ്. ഇപ്പം അത്ര നല്ല സമയമല്ല. ചിലർക്ക് നേട്ടവുമാണ്, ചിലർക്ക് കോട്ടവുമാണ്, ചിലർ വളരെ പ്രതിസന്ധിയിലുമാണ്. അപ്പോൾ അങ്ങനെ സമ്മിശ്രമായ അനുഭവങ്ങളിൽ കൂടിയാണ് ഈ നാളുകാർ കടന്നു പോവുക. പിന്നെ ജനിച്ച സമയത്ത് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം അനുകൂലമായ ഒരു ഗ്രഹമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, അതായത് പാപഗ്രഹമാണ്, 4, 8, 12 എന്നീ ഭാവങ്ങളിൽ നിൽക്കാത്ത ഗ്രഹനിലയുള്ളവർക്കൊക്കെ ദോഷം ചെയ്യാത്തൊരു സമയമാണെന്നുള്ളതാണ് പ്രത്യേകത. അവർക്കൊക്കെ ഇപ്പോൾ അനുകൂലമായൊരു സമയമാണ്. ചൊവ്വ അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ ഇപ്പോൾ രാജയോഗം ചെയ്തു നിൽക്കുന്നതുകൊണ്ട് സുഖസ്വസ്ഥ ദേഹനന്മയൊക്കെ അനുകൂലമാകുന്നു. കുടുംബസുഖം ധനപരമായ നേട്ടമൊക്കെ അവർക്ക് ലഭിക്കുന്നൊരു സമയമാണ്. പക്ഷെങ്കിൽ ബുധനാഴ്ച ദിവസം പല വിധത്തിലുള്ള ശത്രുതകൾ വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് പ്രത്യേകത. ചിലർക്ക് ഈ വക ശത്രുതകളൊന്നും ഇല്ലാതെ പോകുന്നത് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ നൽകുന്ന ഒരു ശുഭഫലമായിട്ട് കാണുക. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാർക്ക് രാജയോഗ തുല്യമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ഇവർക്കെങ്ങനെയാണ് ഈ രാജയോഗം വന്നത്? ഇവരുടെ 10ാം ഭാവത്തിൻ്റെ അധിപനും ത്രികോണഭാവത്തിൻ്റെ അധിപനുമായ അല്ലെങ്കിൽ ബുധനും സൂര്യനും ഒരുമിച്ച് 12ാം ഭാവത്തിലാണ്. അപ്പോൾ 12ാം ഭാവത്തിൽ നിന്നാൽ എങ്ങനെയാണ് രാജയോഗം വരുന്നത്? 12ാം ഭാവത്തിൽ നിൽക്കുന്ന ഈ ബുധനെയും സൂര്യനെയും ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ വ്യാഴം അല്ലെങ്കിൽ 4ാം ഭാവത്തിൻ്റെ അധിപനായ വ്യാഴം, കേന്ദ്രാധിപത്യമുള്ള, കേന്ദ്രത്തിൻ്റെ സ്വാധീനമുള്ള കേന്ദ്ര 4ാം ഭാവത്തിൻ്റെ അധിപനായ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നു. സംബന്ധം, ആ ഒരു സംബന്ധം കൊണ്ട് ഇവർക്ക് രാജയോഗ തുല്യമായ അനുഭവങ്ങളാണ് വന്നു ചേരുക. അതേസമയത്ത് 12ലാണ് നിൽക്കുന്നത്. ആ 12ൽ നിൽക്കുന്ന ഈ സൂര്യനെയും ബുധനെയും ഒരു ശുഭഗ്രഹം നോക്കാതിരുന്നാൽ ഇവർക്ക് രാജയോഗം വരത്തില്ല. തൊഴിൽ ഭാവത്തിൻ്റെയും ത്രികോണ ഭാവത്തിൻ്റെയും അധിപൻ ഒരുമിച്ച് നിൽക്കുന്നത് നല്ലൊരു രാജയോഗ അനുഭവമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. ആ
നിൽക്കുന്ന സ്ഥിതിയെ ഒരു ശുഭഗ്രഹം പ്രത്യേകിച്ച് ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ വീക്ഷിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ അത് രാജയോഗ സംബന്ധമായ കാര്യങ്ങൾ ഈ ജാതകർക്ക് കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു നേട്ടം, ഇവർ നിൽക്കുന്ന രാശിയുടെ അധിപൻ രാജയോഗം ചെയ്ത് നിൽക്കുന്നു. അതായത് കർക്കിടകൻ രാശിയിൽ ചൊവ്വ നിൽക്കുന്നു. ആ ചൊവ്വയ്ക്ക് നീചഭംഗത്വം കൊടുത്തുകൊണ്ട് ശുക്രൻ കേന്ദ്രഭാവത്തിൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ ധനുക്കുറുകാർക്ക് ബുധനാഴ്ച ദിവസം രാജയോഗ തുല്യമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ്. ത്രികോണഭാവത്തിൻ്റെ അധിപനും തൊഴിൽ ഭാവത്തിൻ്റെ അധിപനും കൂടെ ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട്, 7ാം ഭാവത്തിൻ്റെ അധിപനും കൂടെ ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് അവർക്ക് ദാമ്പത്യ ജീവിതത്തിലും തൊഴിൽപരമായുള്ള കാര്യങ്ങളിലുമൊക്കെ അവർക്ക് അനുകൂലമായ ഒരു അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത. ജ്യോതിഷം ഇങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവർക്ക് മാത്രം രാജയോഗ തുല്യം എന്നുള്ളത് ഞാൻ തലക്കെട്ടായിട്ട് കൊടുത്തതും. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാലി, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് 12ാം ഭാവത്തിൽ തൊഴിലിൻ്റെ കാരകഗ്രഹങ്ങളായ 2 ഗ്രഹങ്ങൾ പാപഗ്രഹങ്ങളായിട്ട് നിൽക്കുന്ന മകരക്കൂറുകാർക്ക് അനുകൂലമായ ദിവസമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്ക് അനുകൂലമാണ്. അവരുടെ പ്രവർത്തന മേഖലയിൽ വിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ്. അവർക്ക് നേട്ടം കൈവരിക്കാൻ പറ്റുന്നൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത. അതുപോലെ തന്നെ അവരുടെ ജന്മഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നൊരു സമയമാണ്. 7ാം ഭാവത്തിൽ നീചനായിട്ട് നിൽക്കുന്ന ചൊവ്വ ബലവാനായി നിൽക്കുന്നു. ആ ചൊവ്വ 12ാം ഭാവത്തിൻ്റെ അധിപനാണ്. എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ സുഖക്കുറവുണ്ടാകും. അടിപിടി ഉണ്ടാകണമെന്നില്ല. ഭാര്യയ്ക്കോ ഭർത്താവിനോ ഏതെങ്കിലും വിധത്തിലുള്ള രോഗമുണ്ടാകും. അത് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ സുഖക്കുറവുണ്ടാക്കുന്നൊരു കാര്യമാണെന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അപ്പോൾ അതൊരു ചെറിയൊരു വിഷയമാണ്. ചിലരിൽ വലിയ വിഷയമാകാം. അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഭാര്യയ്ക്ക് രോഗമാണ് എങ്കിൽ ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹത്തിൽ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിലൊരു സുഖക്കുറവുണ്ടാവും. അപ്പോൾ ഇനി കലഹിച്ചില്ലെങ്കിലും അവിടെ ഒരു സുഖക്കുറവുണ്ടാവും. അപ്പോൾ അതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും മറ്റു കാര്യങ്ങളിലൊക്കെ അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോൾ അവരുടെ തൊഴിൽ ഭാവത്തിൻ്റെ അധിപൻ രാജയോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണല്ലോ. അവരുടെ 10ാം ഭാവത്തിൽ തൊഴിലിൻ്റെ കാരക ഗ്രഹങ്ങളായ സൂര്യനും ബുധനും നിൽക്കുന്നു. അവർക്ക് നല്ല ഫലത്തെ കൊടുക്കുന്നു. അപ്പോൾ 10ാം ഭാവത്തിൽ പാപഗ്രഹങ്ങളാണ് നിൽക്കുന്നത് എങ്കിലും വലിയ ദോഷം ചെയ്യാത്ത അനുഭവങ്ങൾ അവർക്ക് കിട്ടും. കാരണം അവരുടെ ധനഭാവത്തിൻ്റെ അധിപൻ, കുടുംബഭാവത്തിൻ്റെ അധിപൻ ആ ഗ്രഹങ്ങളെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. വ്യാഴമാണ് ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് ചിലർക്ക് ചെറിയ രീതിയിലുള്ള ദോഷങ്ങളും ശത്രുതകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാലും വലിയ ദോഷമില്ലാതെ കാര്യങ്ങളൊക്കെ നടക്കുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ചിലർക്ക് മാത്രം ചെറിയ രീതിയിലുള്ള ശത്രുതകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതാണ് അവർക്ക് ചില നഷ്ടങ്ങളോ അല്ലെങ്കിൽ അത് മുഖേനയുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളോ ഉണ്ടായേക്കാം, കുറച്ച് പേർക്കൊക്കെ മാത്രം. എന്നാൽ ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതി, കാലത്തുട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് അവർക്കും വലിയ ദോഷമൊന്നും വന്നു ചേരാത്തൊരു സാഹചര്യമാണ്. കാരണം ത്രികോണഭാവത്തിലാണ് ബുധനാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ബുധനും സൂര്യനും ഒക്കെ നിൽക്കുന്നത്. അപ്പോൾ 8ലോ 12ലോ 6ലോ ഒന്നുമല്ല എങ്കിൽ പോലും ത്രികോണഭാവത്തിലാണ്, കേന്ദ്രഭാവത്തിലുമല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 5ാം ഭാവത്തിൽ ഇവർക്ക് ചൊവ്വ രാജയോഗം ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഗ്രഹങ്ങളുടെ സ്വാധീനം വെച്ച് നോക്കുമ്പോൾ, ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ വലിയ തരക്കേടില്ലാത്ത അനുഭവങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത. വലിയ ഭാഗ്യാനുഭവങ്ങളൊന്നും വന്നു ചേർന്നില്ലെങ്കിൽ പോലും ഒരു സംതൃപ്തിയോടുകൂടി സാധാരണ ഒരു ജീവിതം നയിക്കുവാൻ പറ്റുന്ന അനുകൂലമായ സാഹചര്യം ഉണ്ടാകും. ഒന്നും വലിയ നേട്ടങ്ങളെ തരുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. കുടുംബസുഖവും ധനപരമായ നേട്ടവും ആ കാര്യത്തിൽ ഉള്ള ഗ്രഹം 2ാം ഭാവത്തിൻ്റെ അധിപൻ കുജൻ രാജയോഗം ചെയ്ത് നിൽക്കുകയാണ്. 11ൽ ശുക്രൻ നിൽക്കുന്നു. അത് നല്ല ഒരു ഗ്രഹസ്ഥിതിയാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് രാജയോഗം തുല്യമായ ഫലങ്ങളൊക്കെ അവർക്ക് വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ഒക്കെ കിട്ടുന്ന ദിവസമാണ്. ഇപ്പോൾ ബുധനാഴ്ച ദിവസത്തിൻ്റെ അധിപൻ ബുധൻ സൂര്യനുമായി ചേർന്ന് 9ാം ഭാവത്തിൽ പാപഗ്രഹമായി നിൽക്കുന്നതുകൊണ്ട് വലിയ ഭാഗ്യാനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. പാപഗ്രഹം ഭാഗ്യാനുഭവങ്ങൾ നൽകില്ല എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭാഗ്യകരമായ അനുഭവങ്ങളൊന്നും പ്രതീക്ഷിച്ചില്ല എങ്കിൽ പോലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളതാണ്. പ്രത്യേകിച്ച് കുടുംബസുഖം, ധനപരമായ നേട്ടമൊക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതാണ്. ഭാഗ്യാധിപൻ അവർക്ക് രാജയോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അത് ഭാഗ്യാധിപൻ തരുന്നത് ചൊവ്വാഴ്ചയും അല്ലെങ്കിൽ വെള്ളിയാഴ്ചയും ഒക്കെയുള്ള ഭാഗ്യാനുഭവങ്ങളാണ് ലഭിക്കുക. ബുധനാഴ്ച ദിവസം അത് വന്നു ചേരണമെന്നില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറയാനുള്ളത്. ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും മുടങ്ങാതെ ഈ വീഡിയോ കാണുവാൻ ശ്രമിക്കുക.
ഞാൻ പ്രിയപ്പെട്ടവർക്കായിട്ട് എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേര് ആരും പൂർണ്ണ സംതൃപ്തിയോടുകൂടി ജീവിക്കുന്നവരല്ല. ഓരോ പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്നവരാണ്. ഏതെങ്കിലും ഒരു വിഷയത്താൽ ഭാരപ്പെടുന്നവരാണ്. ഒന്നെങ്കിൽ കടബാധ്യത, അല്ലെങ്കിൽ രോഗം, അല്ലെങ്കിൽ കുടുംബജീവിത പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ തൊഴിലിടങ്ങളിലുള്ള പ്രശ്നങ്ങൾ, മക്കളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഭർത്താവ് മുഖേനയുള്ള പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാവർക്കുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാണല്ലോ ഈ വീഡിയോ ഒക്കെ കൂടുതലും ജ്യോതിഷത്തെ ആശ്രയിച്ച് കൂടുതൽ വീഡിയോകളൊക്കെ കാണുന്നു. അതും ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞ് വരും. അപ്പോൾ ഇവർക്കെല്ലാം വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്, മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. മഹാദേവ, ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും മഹാദേവൻ അനുഗ്രഹിക്കണം. അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം മഹാദേവൻ മാറ്റിക്കൊടുത്ത് അവർക്ക് സന്തോഷവും സമാധാനമുള്ളൊരു ജീവിതം നയിപ്പാൻ ഈ ഭൂമിയിൽ അവർക്കും സാധിക്കണം. അവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടണം. കടബാധ്യതകളാൽ വലിയ ഭാരം അനുഭവിക്കുന്നവരുണ്ട്, ശത്രുതയാൽ വലിയ ഭാരം അനുഭവിക്കുന്നവരുണ്ട്, രോഗത്താൽ വലിയൊരു പ്രതിസന്ധി അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ അവരെയെല്ലാം ഞാൻ എന്നും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മഹാദേവൻ എല്ലാവരെയും അനുഗ്രഹിക്കണം. മഹാദേവനിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മഹാദേവൻ്റെ ശക്തി ഈ വീഡിയോ കാണുന്ന എല്ലാവരിലേക്കും കടന്നു ചെല്ലണം. ഒരുപക്ഷെ അവർ മഹാദേവനെ വിശ്വസിക്കുന്നവരാകാം, അല്ലെങ്കിൽ മഹാദേവനെ പൂർണ്ണ മനസ്സോടുകൂടി വിശ്വസിക്കാത്തവരാകാം. എങ്കിലും അതൊന്നും നോക്കാതെ മഹാദേവൻ എല്ലാവരെയും അനുഗ്രഹിക്കണം. അവരുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ മഹാദേവനെ നിത്യവും പൂജിക്കുന്ന ആളായതുകൊണ്ടും ഓം നമഃശിവായ മന്ത്രം ചൊല്ലി എപ്പോഴും ജീവിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും ഞാൻ മഹാദേവനോട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകും. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്ഛതി പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതി. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവരിലും ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ. ഓം നമഃശിവായ. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.